Hi dear students, നമ്മൾ 2026 JEE മെയിൻ്റെ ഫസ്റ്റ് സെഷൻ എക്സാം ജാനുവരി 21 മുതൽ 30-ാം തീയതി വരെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ പഠിത്തത്തിൻ്റെയും നമ്മുടെ പ്രിപ്പറേഷൻസിൻ്റെയൊക്കെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എന്തിനാണ് ഞാൻ വന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു സമയം നമ്മൾ വലിയൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. IITകളും NITകളും സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞാൻ ഒന്ന് തളർന്നു പോകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും ആകുലതകളും ഒക്കെ ഉണ്ടാവും. ഒന്നും വേണ്ട, യു ആർ പെർഫെക്റ്റ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുമോ, എനിക്ക് കൃത്യമായിട്ട് അത് പരീക്ഷാ ഹാളിൽ എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള കൺസേണിനെല്ലാം മറുപടി എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എക്സാംസ് തന്നെയാണ്. നോക്കൂ, നിങ്ങളുടെ +1 and +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളെ കൃത്യം 10 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് നമ്മൾ സിംഗിൾ യൂണിറ്റ് മോഡൽ എക്സാം നടത്തുന്നു. ആദ്യത്തെ 1, 2, 3, 4, 5 സിംഗിൾ യൂണിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കോമ്പിനേഷൻ മോഡൽ, അഗെയിൻ 6, 7, 8, 9, 10 അത് കഴിയുമ്പോൾ വീണ്ടും കോമ്പിനേഷൻ മോഡൽ. അതിനുശേഷം വീണ്ടും നിങ്ങൾ കമ്പൈൻഡ് മോഡലുകൾ എഴുതാൻ പോവുകയാണ്. ഇത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയത് പേടിപ്പിക്കാനല്ല, മറിച്ച് ഈ ആദ്യത്തെ എക്സാം നടക്കുന്ന ഈ 30-ാം തീയതിയാണ് ഫസ്റ്റ് യൂണിറ്റ് നടക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ഈ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ എഴുതാൻ പോകണം. അതേ സീരിയസ്നെസ്സോടുകൂടി ആ പരീക്ഷാ ഹാളിൽ എന്തൊക്കെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ പോകണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും കംഫർട്ടബിളായി, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് വേണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കാൻ. ഒരു പക്ഷേ നിങ്ങൾ മോഡൽ എക്സാം എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങളെ പേടിപ്പെടുത്തിയ, നിങ്ങൾ കുറച്ച് സമയമെടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. പേടിക്കണ്ട. കാരണം അത് എന്തിനാണ് അങ്ങനെ നിങ്ങളെ തേടി വന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കൃത്യമായ വീഡിയോ സൊല്യൂഷനുകളിലൂടെ നിങ്ങൾ ഒന്നുകൂടി സ്വയം പാകപ്പെടുത്തി നിങ്ങളുടെ ഫൈനൽ പരീക്ഷയിൽ, അതായത് യഥാർത്ഥ JEE മെയിൻ എക്സാമിന് പോകാനായിട്ടാണ്. അപ്പം നമുക്ക് വന്നിട്ടുള്ള കുറവുകളെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനും ആ കുറവുകളെ തിരുത്താനും, എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് മോഡൽ എക്സാംസ്. അതുകൊണ്ട് തന്നെ ഒരു മോഡൽ എക്സാം പോലും നിങ്ങൾ വിടരുത്. എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ചില എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ലെവൽ കൂടിപ്പോയി എന്ന് തോന്നാം, ചിലത് എഴുതുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നാം, ചില എക്സാമുകൾ നിങ്ങൾക്ക് വളരെ കംഫർട്ട് സോൺ തരുന്നവയാകാം. ഏത് തരത്തിലുള്ള എക്സാം ആയാലും, ഈസി ലെവൽ എക്സാം ആയാലും, മോഡറേറ്റ് ലെവൽ ആയാലും, ഡിഫിക്കൽട്ട് ആയാലും, നിങ്ങൾ കാണിക്കേണ്ട ഒരു ആത്മസംയമനം ഉണ്ട്. ഈസി ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഹറിബറി, നമ്മുടെ പെടപെടപ്പ്, അത് ഓപ്ഷനുകളിലുള്ള ഡിജിറ്റുകളെയോ ലെറ്റേഴ്സിനെയോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറച്ചേക്കാം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ പേടിയോ നമുക്കുണ്ടാക്കുന്ന ഒരു പാനിക്കായിട്ടുള്ള അവസ്ഥ നമുക്ക് ഏറ്റവും അറിയാം എന്നുള്ളൊരു ക്വസ്റ്റ്യനെ പോലും തെറ്റിച്ചേക്കാം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മാനസികമായ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് നിങ്ങളുടെ ഈ മോഡൽ എക്സാംസ്. ഓരോ എക്സാം എഴുതുമ്പോഴും പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുന്നത് പോലെ തന്നെ അതേ മാനസികാവസ്ഥയിൽ വേണം നിങ്ങൾ എഴുതി ശീലിക്കാൻ. അവിടെയുള്ള കുറവുകൾ ഓരോന്നായിട്ട് തിരുത്തി കൃത്യമായി വീഡിയോ സൊല്യൂഷനുകൾ കണ്ട് അതിനെ മനസ്സിലാക്കുക. ഇനി പരീക്ഷ എഴുതി തുടങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ കൂടുതലായി അനലൈസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ആ വീഡിയോ സൊല്യൂഷൻ കണ്ടിട്ടും അത് പോരാ, ഒരു മെന്റർ സപ്പോർട്ട് വേണമെങ്കിൽ ബിനൽ സാർ, ബിനോയ് സാർ തുടങ്ങി നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് എല്ലാം തന്നെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും മറുപടി നൽകാൻ, നിങ്ങളുടെ കൺസേൺസിനെ എല്ലാം തന്നെ കൃത്യമായി ഉത്തരം നൽകാൻ അവർ റെഡിയാണ്. അവർ മാത്രമല്ല കേട്ടോ, എൻറ്റയർ IIT JEE മെയിൻ ആൻഡ് അഡ്വാൻസ് ടീം തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അവരുടെ അടുത്തേക്ക് കൺസേൺ എത്തിക്കേണ്ടത് നിങ്ങളാണ്. ആ കൺസേൺസ് എത്തിക്കണമെങ്കിൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എടുക്കുന്ന നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓരോ പ്രശ്നത്തെയും എങ്ങനെ അസസ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. ആ രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് മനസ്സിൽ വെച്ച് സോൾവ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിന് വേണ്ടി നിങ്ങളുടെ മെൻറ്റേഴ്സിനെയോ കോർഡിനേറ്റേഴ്സിനെയോ സമീപിക്കുക. ഞങ്ങൾ ബ്രില്യൻ ടീം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട്. പേടിക്കാതെ ഓരോ ചുവടും മുന്നോട്ട് പോവുക. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ സമയത്തിന്
വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട IIT-കളും NIT-കളും നിങ്ങളുടേതാക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റോടുകൂടി വേണം പരീക്ഷ എഴുതാൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓവർ എക്സൈറ്റ്മെൻറ്റും വേണ്ട. എപ്പോഴും നമ്മളൊരു കംഫർട്ടബിൾ വേയിൽ, അതായത് ആത്മസംയമനം എന്ന വേർഡാണ് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ ടൈപ്പ് എന്തോ ആയിക്കോട്ടെ, ഡിജിറ്റ്സ് എന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, പരീക്ഷാ ഹാളിൽ എൻ്റെ മനസ്സിനെ എൻ്റെ കയ്യിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ നിർത്തുമ്പോൾ തന്നെ നിങ്ങൾ 70% ആ പരീക്ഷയിൽ വിജയിച്ചിരിക്കും. ഫസ്റ്റ് സെഷൻ ഈസ് എ ഡ്രീം സെഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ അതിന് വളരെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. അത് വേണം, കാരണം ഇത്രയും വലിയൊരു എക്സാമിന് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാധാന്യം വേണം. പക്ഷേ ആ പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അത് നിങ്ങളുടെ ആരോഗ്യത്തെയോ നിങ്ങളുടെ ഉറക്കത്തെയോ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. കാരണം ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ശരീരാവസ്ഥയും അതുപോലെ തന്നെ ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒരുപാട് നേരം ഉറക്കമുളച്ചിരുന്ന് പഠിക്കുക, പ്രത്യേകിച്ചും പരീക്ഷയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനുള്ള ടെൻഡൻസി വരും. ഞാൻ കൂടുതൽ ഉറങ്ങിയാൽ പ്രശ്നമാകുമെന്ന് തോന്നും. ഒരുപക്ഷെ നന്നായിട്ട് ഉറക്കം വന്നാൽ പോലും നിങ്ങളത് ഉറങ്ങാതെ മാറ്റി വെച്ചേക്കും. അതെല്ലാം തന്നെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ JEE മെയിൻ പോലുള്ളൊരു പരീക്ഷ എഴുതുന്ന നിങ്ങൾ കൃത്യമായ ഉറക്കം അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ നന്നായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു പഠിത്തമൊക്കെ കൂടുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാമെന്ന് വിചാരിച്ച് നോർമലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കാലറി റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ്സോ ബർഗറോ പോലുള്ള, കാരണം നിങ്ങൾ വിചാരിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് കഴിച്ചിട്ട് എനിക്ക് അതും കൂടി പഠിക്കാമല്ലോ എന്നായിരിക്കും. വേണ്ട കേട്ടോ. കാരണം അങ്ങനെ പഠിക്കുമ്പോഴും ചോക്ലേറ്റ് തരുന്ന കുറച്ച് നിമിഷത്തെ എനർജി അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഡൗൺ ആയിട്ട് പോകും. ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കഴിച്ചെഴുതാം. എപ്പോഴാണെന്നറിയോ? പരീക്ഷാ ഹാളിൽ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് പെട്ടെന്നൊരു എനർജി കിട്ടാൻ നമുക്കത് കഴിക്കാം. പക്ഷേ അത് ഡെയിലി ഹാബിറ്റ്സ് ആക്കണ്ട. പകരം കൃത്യമായ ഭക്ഷണം സമയത്ത് കഴിച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച്. വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ തണുപ്പൊക്കെയാണ്, ക്ലൈമറ്റ് ഒക്കെ ഇത്തിരി ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഹെൽത്തിൽ എപ്പോഴും ഒരു കോൺഷ്യസ് കൺട്രോൾ നിങ്ങൾക്ക് വേണം. ആ ഹെൽത്തും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ായിരിക്കും. പിന്നെ വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ 30-ാം തീയതി എഴുതാൻ പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ JEE മെയിൻ സെഷൻ പോലെ തന്നെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, അതിനു മുൻപ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണ്ടേ? നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂട്ടണ്ടേ? ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതുന്നതിന് മുൻപ് ഒരു സെൽഫ് റിവിഷൻ, അതിനും മാർഗമുണ്ട്. നമ്മുടെ സെൽഫ് റിവിഷൻ ആയിട്ട് ഇപ്പോൾ 30-ാം തീയതി നവംബറാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ 29-ാം തീയതി നിങ്ങൾക്കതിൻ്റെ പ്രിപ്പറേറ്ററി മോഡൽ എഴുതാം. ഈ ഒരു പ്രിപ്പറേറ്ററി മോഡൽ ഫസ്റ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾ എഴുതുന്ന മുഴുവൻ പരീക്ഷകൾക്കും തലേ ദിവസം പ്രിപ്പറേറ്ററി മോഡൽസും അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് A to Z ആ ചാപ്റ്ററിലുള്ള കണ്ടന്റുകൾ മുഴുവൻ ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എത്രത്തോളമാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അത് നന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ആ ഡേറ്റ വെച്ച് എഴുതാനും ഉള്ള ഒരു അവസ്ഥയും അതിനുള്ള പ്രാക്ടീസുമാണ് നിങ്ങൾ ആർജിക്കേണ്ടത്. നമ്മുടെ മോഡൽ എക്സാംസ് ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ തന്നെ കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയിൽ സയൻറ്റിഫിക് ആയിട്ട് തന്നെ നിർമ്മിച്ചെടുക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ട് തന്നെ ആ മോഡൽ എക്സാമുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും പ്ലസ് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ചെയ്തു നോക്കാം. ഇതൊക്കെ ആകുമ്പോൾ തന്നെ എക്സാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഫിസിക്സ് മുഴുവൻ പഠിച്ചു തീർത്തിട്ടില്ല, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് മുഴുവൻ പഠിച്ചു തീർത്തിട്ടില്ല, കെമിസ്ട്രി ഒരു ചാപ്റ്ററൂടെ ഉണ്ട്, അങ്ങനെയുള്ള കൺസേൺസിനൊന്നും തന്നെ ഇനി വലിയ പ്രാധാന്യം ഇല്ല. അപ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കൂ. എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മളത് ഏറ്റവും അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ, എല്ലാ വീഡിയോയിലും പറയും പോലെ, എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും നീറ്റുകാരെയാണ് കാണുന്നത്, JEEക്കാരെ അധികം കാണാറില്ല. എങ്കിൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെക്കുക ആൻഡ് ബിലീവ് ഇൻ അവർ സിസ്റ്റം. ഞങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ വർഷം JEE വിക്ടറി ഡേ, എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ഡയസിൽ എന്നോടൊപ്പം ഉണ്ടാവും. അത് എൻ്റെ ഉറപ്പാണ്. ഇനി ആ ഉറപ്പ് വേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ദേ ബ്രില്യൻറ്റ് ടീം ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി എപ്പോഴാണ് കാണേണ്ടേ? വിക്ടറി ഡേയിൽ. Brilliant Study Center, India's #1 coaching center for NEET and JEE.